എല്ലാവർക്കും നമസ്കാരം. ദി ആർട്ട് ഓഫ് നിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത രാധാമാധവിൻ്റെ പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ തീർച്ചയായും അത് കാണണം. കാണാത്തവർക്കായി ആ വീഡിയോയുടെ ലിങ്ക് മുകളിലെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. രാധാകൃഷ്ണ ബന്ധം എക്കാലത്തെയും പ്രണയ ഇതിഹാസമാണ്. പ്രണയത്തിൻ്റെ നിർവചനങ്ങളെപ്പോലും ആത്മീയതയുടെ കണ്ണികളുമായി ബന്ധിപ്പിച്ചതായിരുന്നു വൃന്ദാവനത്തിൽ ഉരുത്തിരിഞ്ഞ ആ സ്നേഹബന്ധം. ദൈവവും മനുഷ്യാത്മാവും തമ്മിലുള്ള സ്നേഹപൂർവമായ ഇടപെടലിൻ്റെ പ്രതീകമായിരുന്നു കൃഷ്ണന് രാധയുമായും ഗോപികമാരുമായുമുള്ള സ്നേഹബന്ധം. കൃഷ്ണനോടുള്ള ഭക്തിയുടെ വ്യക്തമായ രൂപമായിരുന്നു രാധയെന്ന് പലയിടങ്ങളിലും വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ഒരാൾ എത്രത്തോളം അർപ്പണബോധമുള്ളവനായിരിക്കണം എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് രാധാകൃഷ്ണ പ്രണയം. രാധയ്ക്കും ഗോപികമാർക്കും തന്നോടുള്ള സ്നേഹം അളക്കാൻ ഒരു ദിവസം ശ്രീകൃഷ്ണൻ സുഹൃത്തായ ഉദ്ധവനെ ഗോപികമാരുടെ അടുത്തേക്ക് അയച്ച സംഭവം നാരദ ഭക്തി സൂത്രയിൽ വിവരിക്കുന്നുണ്ട്. അതാണ് ഇന്ന് പറയുന്നത്. ഒരു ദിവസം ശ്രീകൃഷ്ണന് കഠിനമായ നെഞ്ചുവേദനയുണ്ടെന്ന് നടിക്കുകയും ഭഗവാൻ ഒരു മരുന്നിനോടും പ്രതികരിക്കുന്നില്ലെന്ന് കഥ മെനയുകയും ചെയ്യുന്നു. തൻ്റെ ഭക്തരുടെ കാൽച്ചുവട്ടിലെ മൺതരികൾ ലഭിച്ചാൽ കൃഷ്ണനെ രക്ഷിക്കാനാകുമെന്ന് ഉദ്ധവരെ കൊണ്ട് പറയിപ്പിക്കുന്നു. എന്നാൽ കാൽച്ചുവട്ടിലെ മൺതരികൾ നൽകുന്ന ഭക്തന്റെ ജീവൻ നഷ്ടമാകുമെന്ന് മുനി അറിയിക്കുന്നതോടെ അവിടെയുണ്ടായിരുന്ന ഭക്തർ ഓടിമാറുന്നു. സ്വന്തം കാൽച്ചുവട്ടിലെ മൺതരികൾ നൽകാൻ ആരും തയ്യാറായില്ല. ഉദ്ധവൻ തൻ്റെ ശ്രമത്തിൽ പരാജയപ്പെടുമെന്ന് കണ്ട ഭഗവാൻ അദ്ദേഹത്തെ ഗോകുലത്തിലേക്ക് പറഞ്ഞയക്കുന്നു. ഉദ്ധവൻ ഗോകുലത്തിൽ പ്രവേശിക്കുമ്പോൾ വെള്ളമെടുക്കാനായി യമുനയുടെ തീരത്തെത്തിയ രാധയെയാണ് കണ്ടത്. ഉദ്ധവൻ രാധയോട് കൃഷ്ണന്റെ അസുഖത്തെപ്പറ്റി അറിയിച്ചപ്പോൾ അവൾ ഉടനെ കാൽക്കീഴിൽ നിന്ന് മണ്ണെടുത്തു നൽകി. എന്നിട്ട് അലറിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ മരിക്കുന്നതിൽ എനിക്ക് പ്രശ്നമില്ല, പക്ഷേ ഭഗവാന്റെ ജീവന് ഭീഷണിയുണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. ഇത്തരത്തിൽ കൃഷ്ണനോടുള്ള ഭക്തിയുടെ പ്രതീകമായിരുന്നു ഓരോ ഗോപികമാരും. ആ പരമമായ ഭക്തിയുടെ മൂർത്തിഭാവമായിരുന്നു രാധ. മറ്റൊരിക്കൽ നാരദൻ ശ്രീകൃഷ്ണനെ കാണാൻ ദ്വാരകയിലെത്തി. മഹർഷിയെ ശ്രീകൃഷ്ണൻ യഥാവിധി സൽക്കരിച്ചു. സംഭാഷണത്തിനിടെ നാരദൻ നിശബ്ദനായി. ശ്രീകൃഷ്ണൻ വിവരങ്ങൾ ആരാഞ്ഞപ്പോൾ നാരദൻ ചോദിച്ചു, പ്രഭോ, അങ്ങേക്ക് ധാരാളം ഭാര്യമാരുണ്ടല്ലോ. അതിൽ ആർക്കാണ് അങ്ങയോട് കൂടുതൽ ഇഷ്ടമെന്ന് അറിഞ്ഞാൽ കൊള്ളാം. നാരദന്റെ സംശയം മാറ്റാൻ ശ്രീകൃഷ്ണൻ ഒരു ഉപായം കണ്ടുപിടിച്ചു. അല്ലയോ മഹർഷേ, എൻ്റെ ഭാര്യമാരോട് എനിക്ക് കടുത്ത തലവേദനയാണെന്ന് അങ്ങ് ഒന്ന് ചെന്ന് പറയാമോ? ഈ തലവേദന മാറണമെങ്കിൽ ഭാര്യ ചവിട്ടിയ മണ്ണ് കണ്ണീരിൽ ചാലിച്ച് എൻ്റെ നെറ്റിയിൽ പുരട്ടണം എന്ന് പറയൂ. കൃഷ്ണൻ പറഞ്ഞു. കൃഷ്ണന്റെ കൗശലം നാരദന് ഇഷ്ടപ്പെട്ടു. മഹർഷി വേഗം തന്നെ രുക്മിണിയുടെ അന്തപുരത്തിലെത്തി കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചു. അത് കേട്ടതും രുക്മിണി പറഞ്ഞു, അയ്യോ, അങ്ങ് എന്ത് പാപമാണ് പറയുന്നത്? ഞാൻ ചവിട്ടിയ മണ്ണ് കണ്ണീരിൽ ചാലിച്ച് നെറ്റിയിൽ പുരട്ടാനോ? രുക്മിണി ദേവി കണ്ണീരോടെ ചോദിച്ചു. നാരദൻ പിന്നെ അവിടെ നിന്നില്ല. നേരെ സത്യഭാമയുടെ അടുത്തേക്ക് പോയി.
സത്യഭാമയോടും അദ്ദേഹം ഇതേ കാര്യം തന്നെ ആവർത്തിച്ചു. സത്യഭാമയും ഇതേ മറുപടി തന്നെയാണ് നൽകിയത്. പിന്നീട് നാരദൻ ശ്രീകൃഷ്ണന്റെ ഭാര്യമാരെ ഓരോരുത്തരെയും പോയി കണ്ടു. അവരോടെല്ലാവരോടും കാര്യങ്ങൾ വിശദമായി പറഞ്ഞു. പക്ഷേ പാപഭാരം ഭയന്ന് എല്ലാവരും പിന്മാറി. നാരദൻ പിന്നീട് വൃന്ദാവനത്തിലെത്തി. ശ്രീകൃഷ്ണ വേഷം ധരിച്ച് ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിച്ച് നൃത്തം ചവിട്ടുകയായിരുന്നു രാധ. നാരദനെ ഭക്തിപൂർവം നമസ്കരിച്ച രാധയോട് ഭഗവാന്റെ തലവേദനയെ പറ്റിയും കണ്ണീരിൽ ചാലിച്ച മണ്ണിന്റെ ആവശ്യകതയെ പറ്റിയും നാരദൻ പറഞ്ഞു. രാധയുടെ കണ്ണുകൾ അപ്പോൾ തന്നെ നിറഞ്ഞൊഴുകി. നാരദൻ നോക്കി നിൽക്കെ സ്വന്തം കണ്ണീര് വീണ മണ്ണ് രാധ ചവിട്ടിക്കുഴച്ച് ചാലിച്ചെടുത്ത് ആ മണ്ണ് മഹർഷിക്കു കൊടുത്തു. വേഗം കണ്ണന് നൽകണേ എന്ന് അപേക്ഷിച്ചു. ചവിട്ടിക്കുഴച്ച മണ്ണ് ഭഗവാന് നൽകുന്നതിന്റെ പാപഭാരം കൂടി ദേവി അനുഭവിക്കേണ്ടി വരുമെന്ന് നാരദൻ ഓർമ്മിപ്പിച്ചു. കണ്ണനു വേണ്ടി എന്ത് വേദനയും എത്ര വലിയ പാപവും സഹിക്കാൻ തയ്യാറാണെന്നായിരുന്നു രാധയുടെ മറുപടി. വൈകാതെ നാരദൻ ദ്വാരകയിലെത്തി ശ്രീകൃഷ്ണനോട് വൃത്താന്തമെല്ലാം അറിയിച്ചു. നാരദ മഹർഷേ, അങ്ങയുടെ സംശയം ഇപ്പോൾ മാറിയല്ലോ? കൃഷ്ണൻ മന്ദഹാസത്തോടെ ചോദിച്ചു. നാരദൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി. കൃഷ്ണന്റെയും രാധയുടെയും പ്രണയം പഠിപ്പിക്കുന്ന ജീവിത പാഠങ്ങൾ ഒരുപാടുണ്ട്. ഭഗവാൻ കൃഷ്ണന് രാധയുടെ ശുദ്ധ പ്രണയമായിരുന്നു. ലക്ഷ്മി ദേവിയുടെ അവതാരമായ രാധ വൃന്ദാവനത്തിൽ കൃഷ്ണന്റെ ഓടക്കുഴൽ നാദം കേൾക്കുമ്പോൾ തന്നെ എല്ലാം മറന്ന് നൃത്തം ചെയ്യും. അതായത് പ്രണയമാണെങ്കിലും വിവാഹമാണെങ്കിലും പരസ്പരം ബഹുമാനിക്കാനുള്ള കഴിവ് ഇരുവർക്കും ഉണ്ടാവണമെന്ന് ഭഗവാൻ ഇതിലൂടെ നമ്മളോട് പറയുന്നു. കൃഷ്ണനേക്കാൾ പ്രായക്കൂടുതലുണ്ടായിരുന്ന രാധ കൃഷ്ണൻ ജനിക്കുന്നത് വരെ അവരുടെ കണ്ണുകൾ തുറന്നില്ലെന്നാണ് ഐതിഹ്യം. അത്രയും ക്ഷമയോടുകൂടിയാണ് അവർ കൃഷ്ണനെ വരവേറ്റത്. അതുപോലെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ക്ഷമയോടുകൂടി കാര്യങ്ങൾ ചെയ്താൽ വിജയത്തിലെത്തും എന്നാണ് രാധാകൃഷ്ണ പ്രണയം നമ്മോട് പറയുന്നത്. കൃഷ്ണന്റെ തൃപ്പാദങ്ങളിൽ വീഴാൻ കാത്തുനിന്ന ഒരുപാട് ഗോപികമാരുണ്ടായിരുന്നു വൃന്ദാവനത്തിൽ. എന്നാൽ എല്ലാവരെക്കാട്ടിലും കൃഷ്ണൻ പ്രാധാന്യം കൊടുത്തിരുന്നത് രാധയ്ക്കായിരുന്നു. രാധയുടെ സ്നേഹത്തിന്റെ ശക്തിയാണ് ഇവിടെ പ്രകടമാകുന്നത്. കാളിയനെ വധിക്കാൻ കൃഷ്ണൻ തീരുമാനിച്ചപ്പോൾ എല്ലാവരും കൃഷ്ണനെ പിന്തിരിപ്പിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ രാധയാവട്ടെ കൃഷ്ണന് കരുത്തു പകർന്ന് കൂടെ ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. അതായത് ഏതെങ്കിലും പ്രതികൂല ഘട്ടങ്ങളിൽ സ്നേഹിക്കുന്നവരുടെ ദൗർബല്യത്തെ ചൂഷണം ചെയ്യാതെ അവർക്ക് ശക്തി പകർന്ന് കൂടെ നിൽക്കുകയാണ് വേണ്ടതെന്ന് രാധാകൃഷ്ണ പ്രണയം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. വൃന്ദാവനം വിട്ട് കണ്ണൻ പോകുമ്പോൾ രാധ ഉൾപ്പെടെ തനിക്ക് പ്രിയപ്പെട്ട എല്ലാത്തിനെയും ഉപേക്ഷിച്ചു പോവുകയാണെന്ന് ബോധ്യമുണ്ടായിട്ടും തൻ്റെ കടമകൾ നിർവഹിക്കാൻ ഭഗവാൻ പോയി എന്നതാണ് സത്യം. എന്നിട്ടും അവരുടെ സ്നേഹത്തിന് യാതൊരു കോട്ടവും സംഭവിച്ചില്ല. അതുപോലെ അകന്നു പോകുന്തോറും ഇല്ലാതാകുന്നതല്ല സ്നേഹമെന്ന് മനസ്സിലാക്കണമെന്ന് രാധാകൃഷ്ണ സ്നേഹം നമ്മെ പഠിപ്പിക്കുന്നു.
ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ചിത്രങ്ങളെയും ചിത്രകലയെയും ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.